വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാദമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. സോ നമ്മൾ ഇന്ന് ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഏതോ ഒരു ഭാഗത്ത് വെച്ച് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. ഏതായിരുന്നു അത്? ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ അല്ലെ. ഒരു ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്തത് ലാസ്റ്റ് കണ്ടുപിടിച്ചത്. അതിന്റെ അകത്ത് എന്ത് കിട്ടി? വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എൻ എന്ന് കിട്ടി ആണല്ലോ. വാട്ട് ഈസ് എൻ? എൻ ഈസ് ദ നമ്പർ ഓഫ് ഓർബിറ്റ്സ് അല്ലെങ്കിൽ nth ഓർബിറ്റ് ആണല്ലോ. അല്ലെ, നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഹൈഡ്രജൻ ആറ്റം ഓർ ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിന്റെ കേസാണ്. ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് അല്ല, ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ അകത്ത് തന്നെ ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിന്റെ കേസ് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. സോ നെക്സ്റ്റ് എന്താണ്? എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ആണ് അല്ലെ. അതായത് nth ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിന്റെ എനർജി എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. വളരെ ചെറിയ ഡെറിവേഷൻ ഉണ്ട്, നോക്കിക്കോളൂ, സിമ്പിൾ ആണ്. ഓക്കെ, എന്താണ് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ എന്ന് പറയുന്നത്? അപ്പൊ ഞാനിവിടെ ഹൈഡ്രജൻ ആറ്റം ഒന്ന് വരയ്ക്കുകയാണ്. എന്താണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ പ്രത്യേകത? ഒരു ഇലക്ട്രോൺ മാത്രം ഉണ്ടാവുക, അതുപോലെ തന്നെ ഒരു പ്രോട്ടോണും ഉണ്ടാവും. സോ 1 പ്രോട്ടോണും ഉണ്ട്, 1 എന്തുണ്ട്? ഇലക്ട്രോണും ഉണ്ട്. ക്ലിയർ ആണല്ലോ. സോ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ടല്ലോ. എങ്ങനെ? സർക്കുലാർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നുണ്ട്. സോ ഇതിന് സർക്കുലാർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ ഇലക്ട്രോൺ എന്ത് വേണം? ഒരു സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആ ഫോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എത്ര വരിക? ദാറ്റ് ഈസ് mv²/r. ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് 1/4πε0. എന്ത് വരും? ഇത് ഈ പ്രോട്ടോണും അതുപോലെ തന്നെ ഇലക്ട്രോണും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് എന്താണ്? പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ എന്താ വരിക? 1/4πε0 e²/rn² ആണ്. ക്ലിയർ അല്ലോ? ദാറ്റ് ഈസ് rn എന്ന് പറഞ്ഞാൽ എന്താ? nth ഓർബിറ്റിലേക്കുള്ള റേഡിയസ് ആണ്. സോ ഈ n കട്ടായി പോയി. ദെൻ ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? mv² = 1/4πε0 e²/rn കിട്ടി. അതിന്റെ അകത്ത് എനിക്ക് എന്ത് പറയാം? mv² = 1/4πε0 e²/rn ആണ്. ക്ലിയർ അല്ലേ? സോ ഞാൻ ഈ രണ്ട് ഭാഗത്തും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1/2 കൊണ്ട് എവിടെയും മൾട്ടിപ്ലൈ ചെയ്തു, 1/2 കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്തു. എന്താ നമുക്ക് കിട്ടുക? സോ ½ mv² = എന്ത് വരും? ദാറ്റ് ഈസ് 1/8πε0 e²/rn ആണ്. ക്ലിയർ ആണോ? അല്ലെ, e²/rn ആണ് എന്ത്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ½ mv²? ½ mv² എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് ദാറ്റ് ഇലക്ട്രോൺ ആണ്. സോ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു എന്താണ്? എത്ര കിട്ടി നമുക്ക്? 1/8πε0 e²/rn കിട്ടി. അപ്പൊ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ ആയല്ലോ അല്ലെ. അപ്പൊ നമുക്കറിയാം ടോട്ടൽ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. അപ്പൊ അതിനകത്ത് കൈനറ്റിക് കിട്ടിയല്ലോ. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി? എന്താ കിട്ടുക നമുക്ക്? സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇത് തമ്മിൽ ഉണ്ടാക്കുന്ന രണ്ടിനും തമ്മിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? -1/4πε0 ദാറ്റ് ഈസ് e²/r ആണ് അല്ലെ. അപ്പൊ ഇതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. രണ്ട് ചാർജുകൾ നമ്മൾ ഉണ്ടാക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്, ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒരു ഇലക്ട്രോണിന്റെ ടോട്ടൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ടോട്ടൽ എനർജി എങ്ങനെയാ? സോ ഹൗ വിൽ വി ഫൈൻഡ് ദ ടോട്ടൽ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ? സോ ദ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി gives the total energy, right? So total energy is equal to kinetic energy plus potential energy. So write the expression for kinetic energy. What is kinetic energy? 1/8πε0 e²/rn plus. So write the expression for potential energy -1/4πε0 e²/r. Right? So എന്ത് ചെയ്യണം? സോ ടേക്ക് ദ കോമൺ ടേംസ് ഔട്ട്സൈഡ് അല്ലെ. ഏതൊക്കെയാണ് ഇതിൽ കോമൺ ടേം എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് 1/4πε0 e²/rn is the common term in the expression. So what remains in this equation? എന്താണ് റിമൈൻഡ് ആയി കിടക്കുക? ഒരു 1/2 plus 1/2 റിമൈൻഡ് ആണ്. So what will remain in this equation? That is -1 ആണ്. So what is the final expression for a total energy? That is 1/4πε0 e²/rn into
ഒരു -1/2 വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഇക്വേഷൻ എന്താ വരിക? -1/8πε0 E² ഡിവൈഡഡ് ബൈ Rn ആണ്. ഇതാണ് ടോട്ടൽ എനർജി ഓഫ് എൻ എന്ത് ഒരു റിവോൾവിംഗ് ഇലക്ട്രോണിന്റെ ടോട്ടൽ എനർജിയാണ് വെറും nth ഓർബിറ്റിലുള്ള. ക്ലിയർ ആണല്ലോ? സോ സിമ്പിൾ അല്ലേ? അപ്പൊ നോക്കിക്കോ, എന്താണ് ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ കിട്ടിയ? -1/8πε0 E² ബൈ Rn ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. എന്താണ് റിലേഷൻ എന്ന് പറയുന്നത്? ഞാൻ ഇവിടെ എഴുതാം, നോക്കിക്കോ. എനിക്ക് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, നിങ്ങൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കൂ. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് രണ്ട് സെയിം അല്ലേ? പക്ഷെ ഇവിടെ ഒരു മൈനസ് മാത്രമല്ലേ കുറവുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു മൈനസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഈ ടേം എന്താവും? വിച്ച് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആവൂലേ? അങ്ങനെയാണ് എനിക്ക് പറഞ്ഞൂടെ, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ടോട്ടൽ എനർജി. ക്ലിയർ ആണോ? അല്ലെ? അതുപോലെ തന്നെ ഞാൻ ഈ ഇക്വേഷനെ കൊണ്ട് 2 മൾട്ടിപ്ലൈ ചെയ്തു. എന്താ വരിക? ഈ 2ഉം 8ഉം കട്ട് ചെയ്ത് അവിടെ 4 വരും അല്ലെ? വിച്ച് ഈസ് ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ എനർജി ആണ് അല്ലെ? അങ്ങനെയാണ് ഈ പറഞ്ഞൂടെ, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ 2 ടോട്ടൽ എനർജി ആണ്. സോ ഇത് എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് ബൈ ഹാർട്ട് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. കാരണം കുറെ ക്വസ്റ്റ്യൻസിലൊക്കെ ഇത്ര ആൻസർ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ആൻസർ ചെയ്യണമെങ്കിൽ ഈ ഒരു ഐഡിയ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ കിട്ടി. ഇനി നോക്കിക്കോളൂ, എന്താ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ കിട്ടിയത്? സോ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു 1/8πε0 E² ഡിവൈഡഡ് ബൈ Rn. റൈറ്റ് അല്ലെ? നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ വി കാൽക്കുലേറ്റ് ദ ഇക്വേഷൻ ഓഫ് Rn. സോ വാട്ട് ഈസ് Rn? Rn ഈസ് ഈക്വൽ ടു n² h²ε0 ഡിവൈഡഡ് ബൈ that is E² πm ആണ്. റൈറ്റ്? സോ ഇത് നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. എന്ത് ചെയ്യണം? ഈ Rന്റെ നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്താ ആൻസർ കിട്ടുക? -1/8πε0 that is E² ഡിവൈഡഡ് ബൈ what is Rn? Rn is n² h²ε0 ഡിവൈഡഡ് ബൈ E² πm ആണ്. റൈറ്റ്? സോ എന്തൊക്കെ കട്ട് ചെയ്തു പോകും? പൈയും കട്ട് ചെയ്തു പോയി. ദെൻ വേറെന്തൊക്കെ കട്ട് ചെയ്ത് പോവാം? സോ ബാക്കി എന്തെങ്കിലും ഉണ്ടോ? കട്ട് ചെയ്ത് പോകാനുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ഇതിനെങ്ങനെ ചെയ്താം? e⁴ അല്ലെ? e⁴ ഇൻറ്റു ഒരു m ഉണ്ടാവും ഡിവൈഡഡ് ബൈ 8π. ഇല്ല, പൈ കട്ടായി പോയി. സോ 8ε0 n² ഒരു ε0² ഉണ്ട്, ഒരു ε0² വരും. ഇതാണ് എന്ത് നമുക്ക് കിട്ടിയ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ ആണ് അല്ലെ? ഇതിന്റെ അകത്ത് ഈ ടേം, ഈ മൊത്തം ടേം എന്താണ്? കോൺസ്റ്റന്റ്സ് ആണ്. ഇതെല്ലാം കോൺസ്റ്റന്റ്സ് ആണ് അല്ലെ? എന്ത് മാത്രമേ കോൺസ്റ്റന്റ് അല്ലാത്തുള്ളൂ? ഒരു n² മാത്രമേ കോൺസ്റ്റന്റ് അല്ലാത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ഈ കോൺസ്റ്റന്റ് എല്ലാം കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട്. എന്താ കിട്ടുക? -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലെ? കാരണം ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് ഓഫ് എനർജി ആണ്. നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക ജൂളിലായിരിക്കും. ആ ജൂളിലുള്ള എനർജിനെ എന്താക്കണം? ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റേണ്ടി വരും അല്ലെ? എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് ഇലക്ട്രോൺ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? സോ ഡിവൈഡഡ് ബൈ ഒരു n² കൂടി വരും. ക്ലിയർ അല്ലേ? ഇതാണ് എന്ത് എനർജിയുടെ ഇക്വേഷൻ, ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ. ടോട്ടൽ എനർജി ഈക്വൽ ടു -13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ n² ആണ്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ n ന്റെ വാല്യൂ 1 ആണ് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് കിട്ടും? ഫസ്റ്റ് ലെവലിലെ മീൻസ് നമ്മുടെ ഫസ്റ്റ് ഓർബിറ്റിലെ എനർജിയുടെ വാല്യൂ കിട്ടും അല്ലെ? ഫസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എനർജിയുടെ വാല്യൂ കിട്ടും. ഇഫ് n ഈസ് ഈക്വൽ ടു 2 ആണ് നിങ്ങൾ പുട്ട് ചെയ്യുന്നെങ്കിലോ സെക്കൻഡ് ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എനർജി കിട്ടും. ക്ലിയർ ആണോ? സോ ഇഫ് n ഈസ് ഈക്വൽ ടു 8 ആണെങ്കിലോ എന്ത് കിട്ടും? അവിടെ n ന് വരെ 8 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? -13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ 64 ആണ് വരിക. അപ്പൊ എന്ത് കിട്ടും? 8th ഓർബിറ്റിലെ എനർജിയുടെ വാല്യൂ കിട്ടും, ഇലക്ട്രോണിന്റെ എനർജിയുടെ വാല്യൂ കിട്ടും. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് n ഈസ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? n ഈസ് ഈക്വൽ ടു 1 കൊടുത്താൽ നമുക്ക് കിട്ടുക ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ആണ് അല്ലെ? ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഇലക്ട്രോൺ, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഇലക്ട്രോൺ അല്ലെ? അത് എത്രയാ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലെ? കാരണം n ഈക്വൽ ടു 1 ആണ്. ഇഫ് n ഈസ് ഈക്വൽ ടു 2 ചെയ്താൽ എന്താ കിട്ടുക നമുക്ക്?
n equal to 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. എന്താണ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്? ദാറ്റ് ഈസ് എനർജി ഫസ്റ്റ് എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എനർജി എനർജി എത്ര വരിക? which is equal to minus 13.6 electron volt divided by 2 square ആണ്. 2 square എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ആണ് വരിക അല്ലെ? സോ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? മൈനസ് 3 എത്ര വരും? 3.4 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ദെൻ അങ്ങനെയാണെങ്കിൽ n ഈക്വൽ ടു 3 കൊടുത്താൽ എന്താ കിട്ടുക? സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എനർജി എന്ത് വരും? n ഈക്വൽ ടു 3 കൊടുത്താൽ മതി. n ഈക്വൽ ടു 3 കൊടുത്താൽ എന്ത് വരും? 13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ 9 ആണ് വരിക. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1.51 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ ക്ലിയർ അല്ലേ? അപ്പൊ n ഈക്വൽ എത്ര കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എനർജിയുടെ വാല്യൂ കിട്ടും. ആ ഒരു ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ എനർജിയുടെ വാല്യൂ കിട്ടും. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ കൂടി ഞാനൊരു ഡയഗ്രാം പോലെ വരയ്ക്കാൻ പോവാണ്. നോക്കിക്കോ എങ്ങനെ വരികയെന്ന്. ഓക്കെ, എന്താണ് എനർജി ലെവൽ ഡയഗ്രാം എന്നാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക. നോക്കിക്കോളൂ എനർജി ലെവൽ ഡയഗ്രാം എങ്ങനെയാണ് വരികയെന്ന്. ഇതാണ് നമ്മളുടെ എനർജി ലെവൽ ഡയഗ്രാം അല്ലെ? സോ ഇത് നമ്മളുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. സോ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എനർജി എത്രയായിരിക്കും? 13.6 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഇതെന്താണ്? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് അല്ലെ? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് എന്ത് ഈ ഇതെന്ന് പറയുന്നത്. എത്ര വരും? ദാറ്റ് ഈസ് മൈനസ് 3.4 ഇലക്ട്രോൺ വോൾട്ട് വരും. നമ്മൾ എത്രയാന്ന് കണ്ടുപിടിച്ചു. ഇതെന്താണ്? സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. എത്ര വരും? മൈനസ് 1.51 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. അതിന്റെ മേലെ വരുന്ന ഇതാണ് തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. അത് എത്ര വരിക? മൈനസ് 0.85 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഏത് ലെവലിലെ എനർജി വേണമെങ്കിൽ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇതെങ്ങനെ കിട്ടിയ എനർജി ഡയഗ്രാം ഇങ്ങനെ വരച്ചത് മനസ്സിലായല്ലോ? അപ്പൊ എപ്പോഴും ആലോചിക്കുക, ഇത് തമ്മിൽ എന്തുണ്ട്? അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റും ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള ഗ്യാപ്പ് എന്താണ്? വളരെ കൂടുതലാണ്. വെൻ കമ്പയർ ടു ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റും സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള ഒരു എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഒരു ഇലക്ട്രോണിന് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തണമെങ്കിൽ ഒരു മിനിമം എനർജി ആവശ്യമുണ്ട്. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഒരു ഇലക്ട്രോണിന് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തണമെങ്കിൽ എന്താ ആവശ്യമുണ്ട്? ഒരു മിനിമം എനർജി ആവശ്യമുണ്ട്. സോ ആ മിനിമം എനർജി എങ്ങനെ കണ്ടുപിടിക്കുക? എന്ത് ചെയ്താൽ മതി? മൈനസ് 3.4 എന്ത് ചെയ്താൽ മതി? മൈനസ് 13.6 മൈനസ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ എനർജി റിക്വയർഡ് ഞാൻ ആ പോയിന്റ് എഴുതുകയാണ്. എന്താണ് എനർജി റിക്വയർഡ് ഫോർ an ഇലക്ട്രോൺ എന്താണ്? ജമ്പ് ഫ്രം ഗ്രൗണ്ട് ലെവൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. സോ എന്താണ് എനർജി റിക്വയർഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എന്ത് ചെയ്താൽ മതി? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ കണ്ടുപിടിച്ചാൽ മതി. ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ എത്രയാ? E2 മൈനസ് E1 ആണ് അല്ലെ? വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് E2? മൈനസ് 3.4 ആണ്. മൈനസ് എന്ത് ചെയ്താൽ മതി? ഒരു മൈനസ് 13.6 ചെയ്താൽ മതി. ഇത് ചെയ്താൽ എത്ര വരിക ആൻസർ? 10.2 ഇലക്ട്രോൺ വോൾട്ട് ആണ് എന്ത് വരിക ആൻസർ കിട്ടുക. അതായത് ഇതെന്താണ്? ഇതിന്റെ എക്സൈറ്റേഷൻ എനർജിയാണ്. എന്താണ്? എക്സൈറ്റേഷൻ എനർജി എന്നാണ് പറയുക. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സൈറ്റേഷൻ എനർജി ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ എക്സൈറ്റേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു ജമ്പ് ആൻ ഇലക്ട്രോൺ ഫ്രം ഗ്രൗണ്ട് ലെവൽ അല്ലെങ്കിൽ ലോവർ ലെവൽ എനർജി സ്റ്റേറ്റ് ടു ഹയർ എനർജി സ്റ്റേറ്റ് ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺ എന്താക്കുകയാണ്? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് നമുക്ക് ജമ്പ് ചെയ്യിക്കണമെങ്കിൽ എന്ത് കിട്ടണം? അതിന് ഇത്ര എനർജി കിട്ടിയാൽ മാത്രമേ അതിന് ജമ്പ് ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത ഓപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന് ജമ്പ് ചെയ്യാൻ പറ്റില്ല അല്ലെ? നിങ്ങളിപ്പം ഇവിടെയുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിന് നിങ്ങൾ കൊടുക്കുന്നത് 10 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് വിചാരിച്ചോ എനർജി. അതിന് ജമ്പ് ചെയ്ത് ഇവിടെ എത്താൻ പറ്റുമോ? എത്താൻ പറ്റില്ല. അതിന് എത്ര വേണം? എപ്പോഴും 10.2 ഇലക്ട്രോൺ വോൾട്ട് എനർജി കിട്ടിയാൽ മാത്രമേ എന്താവുള്ളൂ? അത് ജമ്പ് ചെയ്ത് ഇവിടെ എത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എനർജി റിക്വയർഡ് ടു ജമ്പ് ആൻ ഇലക്ട്രോൺ ഫ്രം ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യുക? ഒരു ഇലക്ട്രോൺ ജമ്പ് ആവണമെങ്കിൽ എത്ര എനർജി നമ്മൾ കൊടുക്കേണ്ടി വരും? നോക്കിയാൽ അങ്ങനെ കണ്ടുപിടിക്കുക. അവിടെയും ഡെൽറ്റ ഇ കണ്ടുപിടിച്ചാൽ മതി. എന്ത് വരും? E3 മൈനസ് E1 ചെയ്താൽ മതി അല്ലെ? എന്താ വരും ആൻസർ? വാട്ട് ഈസ് E3? മൈനസ് 1.51 ആണ്.
മൈനസ് എന്ത് വരും? -13.6 വരും. ക്ലിയർ അല്ലേ? ഇത് രണ്ടും കൂടി ചെയ്ത് എത്ര ആൻസർ വരിക? ഏകദേശം ഒരു 11 പോയിന്റ് സംതിങ് ആണ് വരിക അല്ലേ? കാരണം 13.6 മൈനസ് എന്താ വരിക? ഒരു 1.51 ആണ്. എത്ര വരും? ദാറ്റ് ഈസ് ഒരു 12 പോയിന്റ് സംതിങ് ആണ് വരിക. ദാറ്റ് ഈസ് 12.09 ആണ് വരിക ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ ഇത്രയും എനർജി കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ? ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്ത് ഇവിടെ എത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ സെക്കൻഡ് ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഫസ്റ്റ് ഓർബിറ്റിലേക്ക് ജമ്പ് ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇത്രയും എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അത് ഒന്ന് ഓർത്തിരിക്കുക. അതായത് ഫസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആവണമെങ്കിൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോകണമെങ്കിൽ ഇത്ര എനർജി വേണം, അല്ലെങ്കിൽ റിക്വയർഡ് ആണ്. മറ്റേ കേസിലോ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ജമ്പ് ആവുമ്പോൾ ഇത്രയും എനർജി എന്താണ്? എമിറ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് എന്ത് എനർജിയുടെ കാര്യത്തിൽ നമുക്ക് കൂടുതലായിട്ടും പറയാനുള്ളത്. അപ്പം ഈ പോയിന്റ് എപ്പോഴും ആലോചിക്കാം, വാട്ട് ഈസ് എക്സൈറ്റേഷൻ എനർജി അല്ലെ? എക്സൈറ്റേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു റൈസ് ആൻ ഇലക്ട്രോൺ ഫ്രം വൺ ലോവർ ഓർബിറ്റ് ടു ഹയർ ഓർബിറ്റ് ആണ്. അത് ഏത് വേണമെങ്കിലും ഓർബിറ്റുകളാവും അല്ലെ? അതുപോലെ തന്നെ ഒരു പോയിന്റും കൂടി ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ് കൂടി ഉണ്ട്. ദാറ്റ് ഈസ് അയോണൈസേഷൻ എനർജിയാണ്. എന്താണ് അയോണൈസേഷൻ? നമുക്ക് നോക്കാം. ഓക്കെ, ഒരു പോയിന്റ് കൂടി ഉണ്ട്. എന്താണ്? അയോണൈസേഷൻ എനർജിയാണ്. ദാറ്റ് ഈസ് അയോണൈസേഷൻ എനർജി. എന്താണ് അയോണൈസേഷൻ എനർജി നോക്കിക്കോ. ഇറ്റ് ഈസ് ദ മിനിമം എനർജി. ഇറ്റ് ഈസ് ദ മിനിമം എനർജി required to free an electron from a atom. അല്ലെ? എന്താണ് അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താണ് ആറ്റത്തിലെ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യണം? നമുക്ക് ഫ്രീ ആക്കണം. ഫ്രീ ആക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന മിനിമം എനർജി നമ്മൾ എന്ത് വിളിക്കുക? അയോണൈസേഷൻ എനർജി എന്ന് വിളിക്കുക അല്ലെ? കാരണം എന്താ? ഇപ്പൊ ഒരു ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെന്ന് വിചാരിച്ചോ. ആറ്റത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് എന്തുള്ളത്? ആ ഇലക്ട്രോൺ ഉള്ളത്. ഈ ഇലക്ട്രോൺ എന്താക്കണം? എനിക്ക് ഫ്രീ ആക്കണം. ഫ്രീ ആക്കുക എന്ന് പറഞ്ഞ മീനിങ് എന്താ? അതിന്റെ എനർജി 0 ആയിരിക്കണം അല്ലെ? അതായത് നമ്മളിപ്പോ ഈ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് ഓർബിറ്റിന്റെ എണ്ണം, അല്ലെങ്കിൽ ഓർബിറ്റ് എന്താണ് ലെവല് കൂടുന്നതനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? എനർജി കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? സോ എനർജി ഏറ്റവും മാക്സിമം വാല്യൂ ഇതാണ് 0 ആണ് അല്ലെ? സോ എനർജി ഏറ്റവും മാക്സിമം ആകുമ്പോൾ എപ്പോഴാണ്? n = വരണം. ക്ലിയർ ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിന് ഇലക്ട്രോൺ ഫ്രീ ആവുമെന്ന് പറയുന്ന മീനിങ് എന്താണ്? ആ ഇലക്ട്രോണിന്റെ എനർജി 0 ആവലാണ്. അല്ലെങ്കിൽ ആ ഇലക്ട്രോൺ എങ്ങോട്ട് പോവാണ്? ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ ഓർബിറ്റിലേക്ക് മൂവ് ചെയ്യാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മിനിമം എനർജി റിക്വയർഡ് ടു ഫ്രീ ആൻ ഇലക്ട്രോൺ ഫ്രം ആൻ ആറ്റം ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? അയോണൈസേഷൻ എനർജി കണ്ടുപിടിക്കാൻ ഡെൽറ്റ ഇ ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഇ ഇൻഫിനിറ്റി അല്ലെ? ഇൻഫിനിറ്റിയിലായിട്ടുള്ള അല്ലെ മീൻസ് ഇൻഫിനിറ്റിയിലായിട്ടുള്ള എന്താണ് ഓർബിറ്റ് മൈനസ് ഓർബിറ്റിന്റെ എനർജി മൈനസ് എന്ത് വരും? ഫസ്റ്റ് ഓർബിറ്റിന്റെ എനർജിയാണ്. സോ ഇൻഫിനിറ്റിയിലുള്ള ഓർബിറ്റിന്റെ എനർജി എന്ന് പറഞ്ഞാൽ എത്രയാ? 0 ആണ്. മൈനസ് എന്ത് വരും? -13.6 ആണ് വരിക. സോ എന്താ ആൻസർ വരിക? 13.6 ആണ്. അതായത് ഇതിന്റെ മീനിങ് എന്താ? ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഒരു ആറ്റത്തിന് ഞാൻ ഫ്രീ ആക്കണമെങ്കിൽ എത്ര എനർജി കൊടുക്കേണ്ടി വരും? 13.6 ഇലക്ട്രോൺ വോൾട്ട് എനർജി കൊടുത്താൽ മാത്രമേ അതെന്താവുള്ളൂ? ഫ്രീ ആവുള്ളൂ. നിങ്ങൾ കൊടുക്കുന്നത് 13.5 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ എന്ത് സംഭവിക്കൂല? ഇത് ഫ്രീ ആവില്ല, ആറ്റം ഫ്രീ ആവില്ല. ക്ലിയർ ആണല്ലോ? സോ ഇത്ര തന്നെ എനർജി കൊടുത്താൽ മാത്രമേ എന്താവുള്ളത്? ഫ്രീ ആവുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇതാണ് എന്ത് അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, നമ്മള് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏതാണ്? സ്പെക്ട്രൽ സീരീസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ആണ് അല്ലെ? അപ്പൊ നമ്മൾ റുദർഫോർഡിന്റെ സെക്കൻഡ് ഡ്രോബാക്ക് ആയിട്ട് നിങ്ങൾ എന്താ പഠിച്ചത് ഓർമ്മ? നിങ്ങൾക്ക് ദ തിയറി കുഡിന്റ് എക്സ്പ്ലെയിൻ ദ അല്ലെങ്കിൽ തിയറി ഫെയിൽ ടു എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം ആണ് അല്ലെ? ഹൈഡ്രജൻ സ്പെക്ട്രം എന്ത് ചെയ്യാൻ പറ്റിയില്ല? റുദർഫോർഡിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അത് നമ്മൾ എന്ത് ചെയ്യാണ്? നീലിന്റെ ബോറിന്റെ ആറ്റം മോഡൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് അല്ലെ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു പോർഷനിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പഠിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു അല്ലെ? എനർജി ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഇലക്ട്രോൺ അതായത് ഡിഫറെന്റ് ഓർബിറ്റുകളിൽ എനർജി എന്തായിരിക്കും? ഇലക്ട്രോണിന്റെ എനർജി എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇലക്ട്രോണിന് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ എന്ത് കിട്ടണം? 10.2 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞ ഒരു എനർജി കിട്ടണമല്ലോ
ആണല്ലോ, അത്ര കിട്ടിയാൽ മാത്രമേ എന്താവുള്ളത്, എക്സൈറ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ഒരു ഇലക്ട്രോൺ ജമ്പ് ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അതേ എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ഈസ് 10.2 ഇലക്ട്രോൺ വോൾട്ട് എനർജി എന്ത് ചെയ്യുന്നുണ്ട്, എമിറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ, അത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്പെക്ട്രൽ സീരീസ് എന്ന് ചോദിക്കോ? സ്പെക്ട്രൽ സീരീസ് എന്തുകൊണ്ടായിരുന്നു അല്ലെ? അതായത് ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്ന് ലോവർ ഓർബിറ്റിലേക്ക് ജമ്പ് ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, റേഡിയേഷൻ ഓഫ് എ പെർട്ടിക്കുലർ വേവ് ലെങ്ത് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, എമിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻസ് മാത്രം എമിറ്റ് ചെയ്യുകയാണ്. അത് എന്തുകൊണ്ടാണെന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോളൂ. When an electron in a hydrogen atom jump from a higher energy level to lower energy level, അല്ലെ? നമ്മൾ പഠിച്ച കാര്യം. The difference of energies of two level, അല്ലെ? രണ്ട് എനർജി ലെവലിലെ ഡിഫറൻസുകൾ എന്താ ചെയ്യുക, is emitted as a radiation of particular wavelength. It is called spectral line ആണ് അല്ലെ? സ്പെക്ട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ ഒരു ഇലക്ട്രോൺ ഒരു ഹയർ ഓർബിറ്റിന് ലോവർ ഓർബിറ്റിലേക്ക് ജമ്പ് ആവുമ്പോൾ അല്ലെ എന്താ സംഭവിക്കുക, ഇതാണ് ഒരു ഹയർ ഓർബിറ്റിന് വിചാരിച്ചോ, ഇതാണ് ഹയർ ഓർബിറ്റ്, ഇതാണ് ലോവർ ഓർബിറ്റ്. n = 1 ആണ്, n = 2 ആണ് അല്ലെ? ഹയർ ഓർബിറ്റിന് ലോവർ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്, ജമ്പ് ആവുകയാണ്. സോ ഹയർ ഓർബിറ്റിന് ലോവർ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്, ദ ഡിഫറൻസ് ഓഫ് ടു എനർജി ലെവൽസ് അല്ലെ? ഡിഫറൻസ് ഓഫ് ടു എനർജി ലെവൽസ് എന്ന് പറഞ്ഞാൽ എത്രയാ, 10.2 ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലെ? ഇതെന്ത് ചെയ്യും, എമിറ്റ് ആവും. ഇത്രയും എനർജി എന്താണ്, എമിറ്റ് ആവും, ലൈക്ക് ആസ് എ റേഡിയേഷൻ ആണ്. ആ റേഡിയേഷൻ എന്തുണ്ട്, ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് ഉണ്ടാവും. സോ അതെന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു ലൈൻ ആയിട്ട് ആക്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ. സോ ഇവിടെ ട്രാൻസിഷൻ നടക്കുന്ന എവിടെ നിന്നാണ്, N1 നിന്ന് N2ലേക്കാണ്. ചിലപ്പോൾ ഇത് N1 ആണ്, ഇത് N2 ആണ്. ക്ലിയർ ആണോ? സോ N3 നിന്ന് എന്ത് ചെയ്യാം, N1ലേക്ക് ട്രാൻസിഷൻ നടക്കാം. അതുപോലെ തന്നെ N3 നിന്ന് N2ലേക്ക് ട്രാൻസിഷൻ നടക്കാം. അപ്പോഴൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്, റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, എനർജി ബാൻഡ് അല്ലെങ്കിൽ എനർജി ലെവൽസിലെ ഡിഫറൻസുകളിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? അതാണ് എന്ത്, ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കുക, ഞാനിപ്പോ n = 2 എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, n = 1ലേക്ക് ഒരു ട്രാൻസിഷൻ നടത്തി. അതുപോലെ തന്നെ n = 3 എന്ന് n = 1ലേക്ക് ഒരു ട്രാൻസിഷൻ നടത്തി. സോ ഈ സമയത്തൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്, റേഡിയേഷൻ ഓഫ് പർട്ടിക്കുലർ വേവ് ലെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്, എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്പെക്ട്രൽ ലൈൻസ് എല്ലാം കൂടി, അതായത് n = 1ലേക്കുള്ള ട്രാൻസിഷൻ നടക്കുന്ന കാരണം ഉണ്ടാവുന്ന എല്ലാ സ്പെക്ട്രൽ ലൈനെയും കൂടി ചേർത്ത് നമുക്ക് എന്ത് പറയാം, ഒരു സീരീസ് ആയിട്ട് പറയാം അല്ലെ? ആ സീരീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ലൈമാൻ സീരീസ് എന്നാണ് പറയുക. അത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഇതുവരെ ക്ലിയർ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോ, നമ്മൾ സീരീസ് പറയാൻ പോവാണ്. ഓക്കെ, എന്താണ് ലൈമാൻ സീരീസ് അല്ലെ? നമുക്കറിയാം ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ 5 സീരീസ് ആണുള്ളത്. സോ ഫസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ലൈമാൻ സീരീസ് ആണ്. സോ സെക്കൻഡ് സീരീസ് ഏതാണ്, ബാൽമർ സീരീസ് ആണ്. മൂന്നാമത്തെ ഏതാണ്, പാർസൺ സീരീസ്. നാലാമത്തെ ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫൺ സീരീസ് ആണ് അല്ലെ? വളരെ സിമ്പിൾ ആണ് കൺസെപ്റ്റ്. എന്താണ് ഈ ലൈമാൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ട്രാൻസിഷൻ നടക്കുകയാണ്. എവിടെ നിന്ന് എങ്ങോട്ട്, ദാറ്റ് ഈസ് ഹയർ ഓർബിറ്റുകളിൽ നിന്ന് n = 1 എന്ന് പറഞ്ഞ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യാണ്, ട്രാൻസിഷൻ നടക്കുകയാണ്. ഈ ഓരോ സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, എനർജി റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ എനർജി റേഡിയേറ്റ് ചെയ്യുന്നത് ലൈക്ക് അല്ലെങ്കിൽ ഇത് സ്യൂട്ടബിൾ വേവ് ലെങ്ത് ഉള്ള എനർജിയാണ് എന്ത് ചെയ്യുന്നത്, റേഡിയേറ്റ് ചെയ്യുന്നത്. ഈ സ്പെക്ട്രൽ ലൈൻസ് ഒക്കെ നമ്മൾ കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന പേരാണ് എന്ത്, സീരീസ് അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു സ്പെക്ട്രൽ ലൈൻ അല്ലെങ്കിൽ ലൈമാൻ സീരീസ് എന്ന് പറയുന്നത് എന്താണ്, ദ സ്പെക്ട്രൽ ലൈൻ ഓഫ് ദി സീരീസ് കറസ്പോണ്ടിങ് ടു ദ ട്രാൻസിഷൻ ഓഫ് എന്താ പറയുന്നത്, എൻ ഇലക്ട്രോൺ ഫ്രം സം ഹയർ എനർജി സ്റ്റേറ്റ് അല്ലെ? ഹയർ എനർജി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 2, 3, 4, 5, 6 ഒക്കെ അല്ലെ? എവിടെ നിന്നും എങ്ങോട്ടാണ്, ഇന്നർമോസ്റ്റ് ഓർബിറ്റിലേക്കാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം, Ni ആണ് ഇത് N2 ആണ്. ഇതെന്താണ്, N1 N2 ആണ് അല്ലെ? വേറെ N1 വരും. N2 എന്ന് പറയുന്നത് എന്താണ്, 2, 3, 4 എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, അവിടെ എമിറ്റ് ആവുന്ന റേഡിയേഷന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കണം അല്ലെ? ആ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഞാൻ നേരത്തെ ഇതിൽ വിട്ടുപോയതാണ്. സോ 1/λ is equal to r into 1/n1 square minus n2 square ആണ് അല്ലെ? ഇവിടെ n1 equal to എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. എവിടേക്കാണോ ട്രാൻസിഷൻ നടക്കുന്നത് അതാണ് എന്ത്, n1 എന്ന് പറയുന്നത്. then n2 is equal to എന്താണ്, that is 2, 3, 4 etc. സോ ഇവിടെ എമിറ്റ് ആവുന്ന റേഡിയേഷൻസ് ഒക്കെ ഏത് റേഞ്ചിലുള്ള റേഡിയേഷൻസ് ആണ്, അൾട്രാ വയലറ്റ് റീജിയനിലുള്ള റേഡിയേഷൻസ് ആണ് അല്ലെ? കാരണം എന്താ, നമുക്ക് കിട്ടുന്ന
റേഡിയേഷന്റെ വേവ് ലെങ്ത് എന്തിന് കറസ്പോണ്ടിങ് ആയിരിക്കും? ഒരു അൾട്രാ വയലറ്റ് റീജിയന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്തുകളായിരിക്കും. ക്ലിയർ അല്ലേ? ഇതാണ് ലൈമാൻ സീരീസ് എന്ന് പറയുന്നത്. ആണല്ലോ. അപ്പൊ ഇതിന്റെ അധികം ചോദിക്കാൻ സാധ്യത ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതായത് ലൈമാൻ സീരീസിന്റെ ലാർജസ്റ്റ് വേവ് ലെങ്ത് എപ്പോഴാണ്, സ്മോളസ്റ്റ് വേവ് ലെങ്ത് എപ്പോഴാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. എപ്പോഴാണ് ലാർജസ്റ്റ് വേവ് ലെങ്ത് ഉണ്ടാവുക? ഫോർ ലാർജസ്റ്റ് അല്ലെങ്കിൽ ലോങ്സ്റ്റ് വേവ് ലെങ്ത് എന്താണ്? ലോങ്സ്റ്റ് വേവ് ലെങ്ത് ആണെങ്കിൽ N2 is equal to എത്രയായിരിക്കണം? N2 equal to 2 ആയിരിക്കണം. അതായത് N2 equal to 2 വരുന്ന കേസിൽ നമുക്ക് എന്ത് കിട്ടുക? ലോങ്സ്റ്റ് വേവ് ലെങ്ത് കിട്ടുക. ഫോർ സ്മോളസ്റ്റ് വേവ് ലെങ്ത്, സ്മോളസ്റ്റ് വേവ് ലെങ്ത് എന്താ കിട്ടുക? N2 equal to ഇൻഫിനിറ്റി ആയിരിക്കണം. N2 equal to ഇൻഫിനിറ്റി ആയിരിക്കണം. ക്ലിയർ അല്ലേ? സോ വാട്ട് ഈസ് R ഇൻ ദിസ് കേസ്? R എന്ന് പറഞ്ഞാൽ എന്താ? R എന്ന് പറഞ്ഞാൽ റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. എന്താണ്? റിഡ്ബർഗ് കോൺസ്റ്റന്റ്. സോ അതിന്റെ വാല്യൂ 1.09 into 10⁻⁷ ആണ് കേട്ടോ. ആ വാല്യൂ എന്ത് ചെയ്യണം? നിങ്ങൾ ഓർത്ത് വെക്കണം. ആറിന്റെ വാല്യൂ കേട്ടോ. R എന്ന് പറഞ്ഞാൽ റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഈ സ്പെക്ട്രൽ ലൈൻസിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കുക. ഷുവർ ആണല്ലോ? എളുപ്പമാണല്ലോ? ഓക്കെ, നെക്സ്റ്റ് സീരീസ് ഏതാ നോക്കാം. ഏതാ നെക്സ്റ്റ് സീരീസ്? ബാൽമർ സീരീസ് ആണ് അല്ലേ? സോ നോക്കിക്കോ ബാൽമർ സീരീസ് എങ്ങനെയാണെന്ന്. സോ എങ്ങനെയാ ബാൽമർ സീരീസ് ഉള്ളത്? ബാൽമർ സീരീസിന്റെ കേസിൽ ട്രാൻസിഷൻ എവിടെ നടക്കുന്നത്? എവിടെ നിന്ന് എങ്ങോട്ടാണ് നടക്കുന്നത്? ഹയർ ഓർബിറ്റിൽ നിന്ന് N equal to 2 എന്ന് പറയുന്ന ഓർബിറ്റിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ബാൽമർ സീരീസിലെ റേഡിയേഷന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? നോക്കി നോക്ക്. ദാറ്റ് ഈസ് 1/λ is equal to R into 1/n. That is 1 square minus N2 square ആണ്. ക്ലിയർ അല്ലേ? വേർ N1 equal to എന്തായിരിക്കണം? 2 ആയിരിക്കണം. വേർ N2 is equal to എന്തായിരിക്കണം? 3, 4, 5 etc ആയിരിക്കണം. അപ്പൊ എപ്പോഴും ആലോചിക്കുക, ബാൽമർ സീരീസിന്റെ കേസിൽ ഫസ്റ്റ് 4 ലൈന്, ഫസ്റ്റ് 4 സ്പെക്ട്രൽ ലൈൻ എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഇത്, 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 ഇത്. ഈ 4 സ്പെക്ട്രൽ ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിസിബിൾ റീജിയനിലായിരിക്കും. എന്താണ്? വിസിബിൾ റീജിയനിലായിരിക്കും. പിന്നെയുള്ള സ്പെക്ട്രൽ ലൈൻസ് ഒക്കെ എന്തായിരിക്കും? അത് അൾട്രാ വയലറ്റ് റീജിയനിലായിരിക്കും അല്ലെ? ഫസ്റ്റ് 4 ലൈൻ എവിടെയാണുള്ളത്? വിസിബിൾ ആണ്, വിസിബിൾ റീജിയനിലും. പിന്നെ ഉള്ളത് ഏതാണ്? അൾട്രാ UV ആണ് കേട്ടോ, UV റീജിയനിലായിരിക്കും. ക്ലിയർ ആണല്ലോ? സോ ആറിന്റെ വാല്യൂ അറിയാം. ക്ലിയർ ആണ് കാര്യങ്ങളൊക്കെ. എപ്പോഴാണ് ഇതിന്റെ ലോങ്സ്റ്റും ഷോർട്ടസ്റ്റും? ലോങ്സ്റ്റ് വേവ് ലെങ്ത് എപ്പോഴാണ് കിട്ടുക നമുക്ക്? ദെൻ എന്തായിരിക്കണം? N2 is equal to 3 ആയിരിക്കണം. ഫോർ ഷോർട്ടസ്റ്റ് വേവ് ലെങ്തോ? ഷോർട്ടസ്റ്റിന് N2 is equal to ഇൻഫിനിറ്റി ആയിരിക്കണം. ക്ലിയർ അല്ലേ? അതാണ് ബാൽമർ സീരീസ്. ദെൻ അടുത്തത് എന്താണ്? പാസ്റ്റൺ സീരീസ് ആണ്. സോ പാസ്റ്റൺ സീരീസിന്റെ പ്രത്യേകത എന്താ? നമ്മളുടെ വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്താ വരിക? 1/λ equal to R into 1/1n² minus N2 square ആണ് അല്ലെ? സോ ഇവിടെ N1 വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ? എന്താ വരിക? ദാറ്റ് ഈസ് 1/3² എഴുതി കൂടെ? കാരണം അറിയാലോ എല്ലാം 3 അല്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ N2 equal to എന്തൊക്കെയായിരിക്കും? 4, 5, 6 etc. റൈറ്റ്. സോ ഒരു പാസ്റ്റൺ സീരീസ് എപ്പോഴും എന്തിനുണ്ടാവുക? ദാറ്റ് ഈസ് ഇൻഫ്രാറെഡ് റീജിയനിലായിരിക്കും കേട്ടോ. ഇൻഫ്രാറെഡ് റീജിയൻ. ബാക്കി എല്ലാ സീരീസും, ഇനി വരുന്ന എല്ലാ സീരീസും, ബ്രാക്കറ്റ് ആയാലും ഫൺ സീരീസ് എല്ലാം എന്തായിരിക്കും? ഇൻഫ്രാറെഡ് റീജിയനിലായിരിക്കും. ഈ 4 ലൈന് മാത്രമേ എവിടെ ഉള്ളൂ? വിസിബിൾ ഉള്ളൂ. സോ ബാക്കിയൊക്കെ UV-ലാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ദെൻ ഇതാണ് എന്ത്? പാസ്റ്റൺ സീരീസ്. സോ ലോങ്സ്റ്റ് വേവ് ലെങ്ത് എത്രയായിരിക്കും വരിക? N2 equal to എന്താണ്? 4 ആയിരിക്കും വരിക. ഷോർട്ടസ്റ്റ് വേവ് ലെങ്തോ? N2 equal to ഇൻഫിനിറ്റി ആണ് വരിക. ഞാൻ കൂടുതൽ എഴുതുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് എന്താണ്? ബ്രാക്കറ്റ് സീരീസ് ആണ് അല്ലെ? സോ ബ്രാക്കറ്റ് സീരീസിന്റെ ഇക്വേഷൻ എന്താ വരിക? ദാറ്റ് ഈസ് 1/λ. ബ്രാക്കറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസിഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ് നടക്കുന്നത്? ഹയർ ഓർബിറ്റിൽ നിന്ന് N equal to 4 എന്ന് പറഞ്ഞ ഓർബിറ്റിലേക്കാണ്. സോ അപ്പൊ എന്താ വരിക? 1/λ is equal to R into 1/4² minus 1/n2 square ആണ്. ക്ലിയർ അല്ലേ? വേറെ N2 is equal to എന്തൊക്കെയാ? 5, 6, 7, 8 etc. ഇതേതാ റീജിയൻ? ഇൻഫ്രാറെഡ് റീജിയൻ ആയിരിക്കും അല്ലെ? കാരണം നമുക്ക് കിട്ടുന്ന വേവ് ലെങ്തുകൾ ഏത് റീജിയനിലുള്ള വേവ് ലെങ്തുകളായിരിക്കും? ഇൻഫ്രാറെഡ് റീജിയനിലുള്ള വേവ് ലെങ്തുകളായിരിക്കും. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് സീരീസ് ഏതാണ്? ഫൺ സീരീസ് ആണ്. അതിന് ഇക്വേഷൻ എന്താ വരിക? 1/λ equal to R into 1/5² minus N2 square ആണ്. ക്ലിയർ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരിക? ദാറ്റ് ഈസ് എന്താ വരിക? അല്ലെങ്കിൽ N2 is equal to എന്ത് പറയാം? 6, 7, 8 etc.
ക്ലിയർ ആണല്ലോ? സോ ഇതാണ് എന്ത് ഫൺ സീരീസിന്റെ ഇക്വേഷൻ വരിക. അപ്പൊ ഇതോടുകൂടി നമ്മളെ സ്പെക്ട്രൽ സീരീസ് ക്ലിയർ ആവുകയാണ്. എന്ത് ചെയ്യുക, ഓരോ പോയിന്റും മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്തും ലോങ്സ്റ്റ് വേവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിന്റെ ലോങ്സ്റ്റ് ഈക്വൽ ടു n ഈക്വൽ ടു n2 ഈക്വൽ ടു എത്ര ആയിരിക്കണം? 5 ആയിരിക്കണം. ഷോർട്ടസ്റ്റ് ആണെങ്കിലോ n2 ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ക്ലിയർ ആണ് എങ്ങനെയാണ് ഈ ഹൈഡ്രജൻ സ്പെക്ട്രം ഫോം ചെയ്യുന്നത് അല്ലെ? ഹൈഡ്രജൻ സ്പെക്ട്രം ഫോം ചെയ്യുന്നതല്ല, എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോൺ ഒരു ഹയർ ഓർബിറ്റിന് ലോവർ ഓർബിറ്റിലേക്ക് ജമ്പ് ആവുമ്പോൾ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള റേഡിയേഷൻസ് മാത്രമേ എമിറ്റ് ആവുന്നു. അതിന്റെ റീസൺ നമുക്ക് കിട്ടി. കാരണം എന്താ? ഓരോ എനർജി ലെവൽസിന് എന്തുണ്ട്? ഓരോ ലെവൽസിന് എന്തുണ്ട്? എനർജീസ് ഉണ്ട് അല്ലെ? അപ്പം ഹയർ ഓർബിറ്റിന് ലോവർ ഓർബിറ്റിലേക്ക് ജമ്പ് ആവുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ലെവൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതല്ല എമിറ്റ് ആവുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഓരോ പർട്ടിക്കുലർ വാല്യൂ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ ഹൈഡ്രജൻ സ്പെക്ട്രം? അപ്പൊ ഇത്രയേ എന്തുള്ളൂ ഹൈഡ്രജൻ സ്പെക്ട്രം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. കുറെ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇക്വേഷൻസ് മനസ്സിലാക്കി പഠിക്കുക. ക്ലിയർ ആണല്ലോ? വാട്ട് ഈസ് ആർ എന്നൊക്കെ പറഞ്ഞാൽ ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് റെഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡ്രോബാക്സ് ഓഫ് ബോർ ആറ്റം മോഡൽ ആണ്. എന്താണ് ഡ്രോബാക്സ് ഓഫ് ബോർ ആറ്റം മോഡൽ? അപ്പൊ മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയായിരുന്നു ബോർ ആറ്റം മോഡലിന്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. എന്താണ്? ദ തിയറി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം ഓഫ് ആറ്റംസ് അല്ലെ? എന്ത് ചെയ്യുന്നില്ല ഈ തിയറി സ്പെക്ട്രം ഓഫ് ചില ആറ്റംസിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഹാവ് മോർ ദാൻ 1 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിനെക്കാട്ടും കൂടുതലുള്ള ആറ്റംസിന്റെ സ്പെക്ട്രം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഈ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതൊരു പോയിന്റ് ആണ്. ഒന്നെങ്കിൽ ഹൈഡ്രജൻ ആറ്റം ആയിരിക്കണം, അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം ആയിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സ്പെക്ട്ര പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഒരു ഫെയിലിയർ ആയിട്ട് പോയത് എന്താണ്? ദിസ് തിയറി ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്പെക്ട്രൽ ലൈൻസ് അല്ലെ? എന്താ ഫൈൻ സ്ട്രക്ചർ എന്താക്കെ നിങ്ങൾ പഠിക്കും കേട്ടോ. ഫൈൻ സ്പെക്ട്രൽ ലൈൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫൈൻ സ്പെക്ട്രൽ ലൈൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ മൂന്നാമത്തെ ഒരു ഡ്രോബാക്ക് എന്താണ്? ദ തിയറി ഫെയിൽസ് ടു ഗിവ് കറക്റ്റ് റിസൾട്ട്സ് വെൻ ആറ്റം പ്ലേസ്ഡ് ഇൻ ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ആറ്റത്തിന് പ്ലേസ് ചെയ്യുമ്പോൾ അല്ലെ അതിന്റെ കറക്റ്റ് റിസൾട്ട്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ ഈ മൂന്നെണ്ണം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് എന്ത് ഡ്രോബാക്സ് ഓഫ് ബോർ ആറ്റം മോഡൽ, റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്താണ്? ഡി ബ്രോഗ്ലി എക്സ്പ്ലനേഷൻ ഓഫ് ബോർ സെക്കൻഡ് പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടൈസേഷൻ ആണ് അല്ലെ? എന്താണ് ബോറിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് പറയുന്നത് നോക്കിയോ? Electrons can revolve only in those orbits in which their angular momentum is an integral number of h/2π ആണ് അല്ലെ? ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇലക്ട്രോൺ അങ്ങനെ എല്ലാ ഓർബിറ്റിലും റിവോൾവ് ചെയ്യാൻ പറ്റില്ല. ആ റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റുകളുടെ ആംഗുലർ മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? h/2π ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്റഗ്രൽ നമ്പർ ഓഫ് h/2π ആയിരിക്കണം. അതായത് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ആ ഇലക്ട്രോൺ h/2π എന്ന് പറഞ്ഞ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യാം, അല്ലെങ്കിലോ 2h/2π എന്ന് പറഞ്ഞ ഓർബിറ്റിൽ, അല്ലെങ്കിൽ 3h/2π എന്ന് പറഞ്ഞ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യാം. എന്ത് ചെയ്യാൻ പറ്റില്ല ഇതിന്? 3.5h/2π എന്ന് പറയുന്ന ഓർബിറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, റിവോൾവ് ചെയ്യാൻ പറ്റില്ല. അതാണ് മീൻ ചെയ്യുന്നത് ആണല്ലോ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നു, എന്തുകൊണ്ടാണ് ഈ ഒരു ഓർബിറ്റുകളിൽ മാത്രം ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇതിൽ റിവോൾവ് ചെയ്തുകൂടാ? അപ്പൊ അത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കിടന്നു. സോ അത് ആദ്യമായിട്ട് അതിന് കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത വ്യക്തിയാണ് ആര്? ഡി ബ്രോഗ്ലി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഡി ബ്രോഗ്ലി നിങ്ങൾക്ക് അറിയാം, ഡി ബ്രോഗ്ലിന്റെ ഹൈപ്പോത്തസിസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? എന്താണ്? മാറ്റർ വേവിന് അല്ലെങ്കിൽ മാറ്ററിന് എന്തുണ്ട്, ഒരു വേവ് നേച്ചറും കൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലാംഡ ഇസ് ഈക്വൽ ടു h/p എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു എന്താ, h/mv ആണ് എന്ത്, ലാംഡ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഡി ബ്രോഗ്ലി എന്താ പറഞ്ഞതെന്ന് വെച്ചാല്, ഇതാണ് നമ്മളുടെ ന്യൂക്ലിയസ് എന്തുണ്ട്, ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നോക്കുക, ഇവിടെ ഇപ്പൊ എത്ര വേവ് ഉണ്ട്? ഈ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊരു വേവ് ആണെന്ന് തന്നെ കൺസിഡർ ചെയ്യുക. ഇലക്ട്രോൺ എന്താണ്, ഒരു വേവ് ആണെന്ന് തന്നെ കൺസിഡർ ചെയ്യുക. വേവ് മോഷനിലാണ് ഇലക്ട്രോൺ എക്സിക്യൂട്ട് ചെയ്യുന്നത്. കാരണം എന്താ, മാറ്ററിന് എന്തുണ്ട്, വേവ് നേച്ചറും ഉണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ആംഗുലർ ടോട്ടൽ റേഡിയസ് എന്ന് പറയുന്നത്, ടോട്ടൽ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ടോട്ടൽ വേവ്സിന്റെ വേവ് ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കില്ലേ? ഇപ്പൊ ഇവിടെ എത്ര വേവ് ഉണ്ട്? 1 2 3 4 വേവ് ഉണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാ? 2πrn ആണ് അല്ലെ? വിച്ച് ഇസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും? ഇതിന് നമുക്ക് എന്ത് പറയാം? 4 ലാംഡയ്ക്ക് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് പറയാം, n ലാംഡയ്ക്ക് ഈക്വൽ ആയിരിക്കും. എനിക്കറിയില്ല, nth ഓർബിറ്റിന്റെ റേഡിയസ് ആണ് അല്ലെ? അപ്പൊ ടോട്ടൽ സർക്കംഫറൻസ് എന്തിന് ഈക്വൽ ആണ്?
എൽ ലാംഡയ്ക്ക് ഈക്വൽ ആണ്. സോ അതിന്റെ അകത്ത് എന്ത് പറയാം? ദാറ്റ് ഈസ് 2πRn ഈക്വൽ ടു n ഇൻറ്റു വാട്ട് ഈസ് ലാംഡ? ലാംഡ ഈസ് h/mv ആണ് അല്ലെ? h/mv ആണ്. ഇതിന്റെ അകത്ത് എനിക്ക് എന്ത് പറയാം? ഈ mv അങ്ങോട്ട് എടുക്കുകയാണ്, 2π താഴോട്ട് എടുക്കുകയാണ് അല്ലെ? എന്ത് വരും? mvrn ഈസ് ഈക്വൽ ടു nh/2π ആണ്. mvrn ഈസ് ഈക്വൽ ടു nh/2π ആണ്. സോ വാട്ട് ഈസ് nvrn? ദിസ് ആംഗുലർ മൊമെന്റം അല്ലെ? ആംഗുലർ മൊമെന്റം ഈസ് ഇന്റഗ്രൽ നമ്പർ ഓഫ് h/2π ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് പറയാം? ആംഗുലർ നമ്പർ ഈസ് ക്വാണ്ടൈസ്ഡ് അല്ലെ? ആംഗുലർ മൊമെന്റത്തിന് എന്താ വരിക? ചില സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് എല്ലാ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അത് ആര് എക്സ്പ്ലെയിൻ ചെയ്തു? ഡി ബ്രോഗ്ലി എക്സ്പ്ലെയിൻ ചെയ്തു. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് എന്ത്? ഡി ബ്രോഗ്ലി എക്സ്പ്ലനേഷൻ ഓഫ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഓഫ് ബോർ അല്ലെങ്കിൽ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഓഫ് ക്വാണ്ടൈസേഷൻ ആണ്. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. സോ നമ്മൾ ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. സോ NCERTയിലെ എല്ലാ ടോപ്പിക്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ഒരു പ്രോബ്ലം സെക്ഷൻ ആയിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രണ്ട് പാർട്ടും വളരെ വൃത്തിയായിട്ട് കണ്ട് പഠിച്ചു വന്നിട്ട് വേണം പ്രോബ്ലം സെക്ഷൻ ചെയ്യാൻ. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റും, ഒറ്റയ്ക്ക് തന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ടൈം നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം സെക്ഷൻ മീറ്റ് ചെയ്യാം. താങ്ക് യു.